അന്യനെ സഹായിക്കൽ. മുല്ല നാസുറുദ്ദീന് എപ്പോഴും പണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് പണമുണ്ടാക്കാനുള്ള വഴികളെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചിരുന്നു. ഒരു ദിവസം മുല്ല നാസുറുദ്ദീൻ അയൽവാസിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞാനൊരു പാവപ്പെട്ടയാളെ സഹായിക്കാൻ ശ്രമിക്കുകയാണ്. അയാൾക്ക് വസ്ത്രം വാങ്ങാനും മറ്റു ആവശ്യങ്ങൾക്കും പണമില്ല. അതുകൊണ്ട് ഞാൻ അയാൾക്ക് വേണ്ടി കുറച്ച് പണം പിരിക്കുകയാണ്. ആ നല്ല അയൽക്കാരൻ മുല്ലയ്ക്ക് ഒരു നാണയം കൊടുത്തുകൊണ്ട് പറഞ്ഞു, മുല്ല, നിങ്ങൾ ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ്. പാവപ്പെട്ടവരെ സഹായിക്കുന്ന നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. വളരെ നന്ദി എന്ന് പറഞ്ഞ് മുല്ല പണം പോക്കറ്റിലിട്ടു. അതിരിക്കട്ടെ, ആരാണ് ആ പാവപ്പെട്ടയാൾ? അയൽവാസി ചോദിച്ചു. ഓ, അത് ഞാൻ തന്നെയാണ്. അതും പറഞ്ഞ് മുല്ല നാസുറുദ്ദീൻ നടന്നു നീങ്ങി. കുറച്ചാഴ്ചകൾക്ക് ശേഷം മുല്ല നാസുറുദ്ദീൻ അതേ അയൽക്കാരൻ്റെ മുമ്പിലെത്തി. ഞാൻ ഒരു പാവത്തിനെ സഹായിക്കാൻ പണം പിരിക്കുകയാണ്, മുല്ല പറഞ്ഞു. അത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അല്ലേ? അയൽവാസി ചോദിച്ചു. അല്ലല്ല, ഇത് മറ്റൊരാൾക്കാണ്. അയാൾ കടത്തിലാണ്. അയാൾ ഒരു സുഹൃത്തിൻ്റെ പക്കൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങി. തിരിച്ചു കൊടുക്കാൻ ഇപ്പോൾ നിവൃത്തിയില്ല. ഞാൻ അയാളെ സഹായിക്കാൻ ശ്രമിക്കുകയാണ്. അത് തീർച്ചയായും നിങ്ങളുടെ ദയവ് കൊണ്ടാണ് മുല്ല, അയൽവാസി സന്തോഷത്തോടെ പറഞ്ഞു. അയാൾ മുല്ലയ്ക്ക് ഒരു നാണയം കൊടുത്തു. മുല്ല അയാൾക്ക് നന്ദി പറഞ്ഞ ശേഷം നാണയം പോക്കറ്റിലിട്ടുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, സത്യത്തിൽ ഈ സുഹൃത്ത് എന്നോട് കുറച്ച് പണം കടം വാങ്ങി. പക്ഷേ അയാൾ അത് തിരിച്ചു തരുന്നില്ല. അതുകൊണ്ട് അയാളെ സഹായിക്കാൻ ഞാൻ പണം പിരിക്കുകയാണ്. ഞാൻ പിരിച്ചെടുത്ത പണമെല്ലാം അയാൾക്ക് നൽകും. എന്നിട്ട് എൻ്റെ പണം മടക്കി വാങ്ങും.